ഈ ദുരൂഹ സാഹചര്യത്തിലെ ഈ എന്താ പറയാ ടൈറ്റിൽ എഴുതിക്കുന്നതിന് ഗണ്ണിന്റെ ഷേപ്പിലാണ്. ആ ഡിസിഷൻ എവിടുന്നായിരുന്നു? ഇതിൽ ശരിക്കും പോസ്റ്റേഴ്സിലുള്ള ക്യാരക്ടേഴ്സ് ഉപയോഗിക്കുന്ന പ്രോപ്സ് തന്നെ ഈ സിനിമയിൽ ഉടനീളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ആ ഗണ്ണാണെങ്കിലും ആ ഗണ്ണ് തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ ഒരു യാത്രയുണ്ട്, ഒരു ജേർണി ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ചില പോസ്റ്ററുകളിൽ ഈ മാവോസ് തൊപ്പിയുണ്ട്. അത് സജിൻ ഇടുന്ന കാണാം, ഞാൻ ഇടുന്ന കാണാം, അല്ലെങ്കിൽ ചിദംബരം ഇടുന്ന കാണാം. അപ്പം ഒരാളുടെ തൊപ്പിയാണോ അത് എല്ലാവരും ഈ തൊപ്പികൾ ഉപയോഗിക്കുന്നുണ്ടോ, എന്താണ് തൊപ്പിയുടെ റെലവൻസ് എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതേപോലെ ഈ തോക്കിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ തോക്കാണെങ്കിൽ പോലും, ഈ തൊപ്പിയാണെങ്കിൽ പോലും എല്ലാത്തിനും ഈ പറയുന്ന പോലെ കുറേ ലേയേഴ്സ് ഉണ്ട്. അത് കടന്നു പോകുന്ന വഴികൾ കുറച്ച് രസകരമാണ്, ഉറപ്പായിട്ടും. കാരണം ഇതിൽ ശരിക്കും ഞാൻ എൻ്റെ ക്യാരക്ടർ സേതു മിനി എന്ന് പറഞ്ഞൊരു ശരണ്യ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. ചെറിയൊരു റൊമാൻറ്റിക് ഇതുണ്ട്. അപ്പം അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു, ഒരു ബൈക്കിൽ പോകുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് പഴയൊരു ലൈനുണ്ട്, മിനി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് പൊതുവാള് ഇതൊരു അനിത്യപ്രാവ് റെഫറൻസ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളത്. സേതു സുധി എന്ന് പറയുന്ന ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പേരാണ് മിനി. അനിത്യപ്രാവിലെ ശാലിയുടെ പേരാണ്. ഞങ്ങൾ ഓടിക്കുന്നത് സ്പ്ലെൻഡർ ബൈക്കാണ്. ആ ഒരു യാത്രയുണ്ട്. അപ്പം അങ്ങനത്തെ ചില ആദ്യ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ വിട്ടുപോയിട്ടുള്ള, എന്നാൽ രണ്ടാം കാഴ്ചയിൽ ഇത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കത്തിയില്ല, ഇല്ല. കുറച്ച് കഴിഞ്ഞിട്ട് രതീഷ് പറയുമ്പോഴാണ് ഓ ശരി ഇതിന് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്.